തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയാകും. കേവല ഭൂരിപക്ഷം ഉറപ്പിച്ച ടി.വി.കെ പിന്തുണ പ്രഖ്യാപിച്ച സി.പി.ഐയും സി.പി.ഐ.എമ്മും. പി.സി.കെയും പിന്തുണയ്ക്കും. ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാത്തതിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകി ടി.വി.കെ. മുഖ്യമന്ത്രി ചർച്ചകൾക്കായി നേതാക്കൾ ഡൽഹിയിലേക്ക്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നീ നേതാക്കൾക്ക് നാളെ ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശം. ഹൈക്കമാൻഡിന്റെ റിപ്പോർട്ട് സമർപ്പിച്ച നിരീക്ഷകർ പരിഗണിച്ചത് 3 ഘടകങ്ങൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം മറ്റന്നാളെന്ന സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ പോരുമുറുകുന്നു. സംസ്ഥാനത്ത് ഇന്നും വി.ഡി. സതീശനായി തെരുവിലിറങ്ങിയ അണികൾ. കോട്ടയത്ത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കോൺഗ്രസ് പ്രവർത്തകന്റെ ആത്മഹത്യാശ്രമം. തലസ്ഥാനത്ത് കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സിൽ കരിയോയിലൊഴിച്ചു. വി.ഡി. സതീശനെ അനുകൂലിച്ച് തലസ്ഥാനത്തുൾപ്പെടെ ഇന്നും ഫ്ലെക്സ് ബോർഡുകൾ. രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനവുമായി ഇടുക്കി അടിമാലിയിലും മാങ്കുളത്തും ഫ്ലെക്സുകൾ. കവി സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. രാജി ഭരണമാറ്റത്തിന്റെ ഭാഗമെന്ന സച്ചിദാനന്ദൻ വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവെച്ചു. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. തീരുമാനം ബി.ജെ.പി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ. സത്യപ്രതിജ്ഞ നാളെ. ബംഗാളിൽ ബി.ജെ.പി മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് ചരിത്രത്തിലാദ്യം. ഇടുക്കി നെടുങ്കണ്ടത്ത് അമ്മയെയും സഹോദരനെയും കൊന്ന സജി പിതാവിനെയും കൊന്നുവെന്ന സൂചന. വീട്ടുപറമ്പിൽ നിന്നും അസ്ഥിയുടെയും വസ്ത്രത്തിന്റെയും ഭാഗങ്ങൾ കണ്ടെത്തിയത് സജിയുമായി നടത്തിയ തെളിവെടുപ്പിൽ. സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത് 8 വർഷം മുമ്പ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി കെ.എസ്.ആർ.ടി.സി. നാളെ മുതൽ ടിക്കറ്റിൽ സ്ത്രീയോ പുരുഷനോ എന്ന് രേഖപ്പെടുത്തും. ഉത്തരവിറക്കി കെ.എസ്.ആർ.ടി.സി. നടപടി സ്ത്രീ യാത്രക്കാരുടെ എണ്ണം അറിയുക എന്ന ലക്ഷ്യത്തോടെ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ മുന്നറിയിപ്പ്. നാളെ മഞ്ഞ മുന്നറിയിപ്പ് 9 ജില്ലകളിൽ. തെക്കൻ കേരള തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി.